ഇന്ന് നമ്മൾ അയണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അയൺ അയൺ ഡെഫിഷ്യൻസി അനീമിയക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സഫർ ചെയ്യുന്നൊരു അനീമിയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പോൾ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെഡിസിൻ്റെ യൂസ് എന്തൊക്കെയാണ്, അതേപോലെ മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്, എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടോ, മീൻസ് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ, അതേപോലെ ഏതെങ്കിലും മരുന്നുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഫുഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ, ഈ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജനറിക് നെയിം അയൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. പിന്നെ സിനോണിംസ് എന്ന് പറഞ്ഞാൽ വേറെ പേരുകൾ. ഒന്ന് ഫെറസ് സാൾട്ട് Fe2+, ആൻഡ് ഫെറിക് സാൾട്ട് Fe3+. ഫാർമക്കോളജിക്കൽ ക്ലാസ് വരുന്നത് ഹിമാറ്റനിക്, എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ് ആൻഡ് മിനറൽ സപ്ലിമെൻറ്റ്. ഹിമാറ്റനിക് നമുക്കറിയാം, നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിൻ്റെ അളവ് കൂടാൻ വേണ്ടി, അതാണ് ഹിമാറ്റനിക് എന്ന് പറയുന്നത്. ബ്ലഡ് സെൽസിൻ്റെ അളവ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളത്. എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ്. അതുപോലെ മിനറൽ സപ്ലിമെൻ്റ് ആണ്. നമ്മളൊന്ന് ഒരു ചെറിയൊരു വിശദീകരണം തരുവാണ്. അപ്പോൾ അയൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മയോഗ്ലോബിൻ്റെ സിന്തസൈസിന് ഹെൽപ്പ് ചെയ്യുന്നു. ഹീമോഗ്ലോബിൻ്റെ സിന്തസൈസിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം മയോഗ്ലോബിനിൽ ഒരു ഫെറസയണാണുള്ളത്. അത് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഹീമോഗ്ലോബിനിൽ 4 ഫെറസയൺസ് ഉണ്ട്. അത് ഓക്സിജൻ മോളിക്കുളായിട്ട് ബൈൻഡ് ചെയ്യുന്നു, ഓരോ ഫെറസയണും. അപ്പം ഹീമോഗ്ലോബിൻ ടോട്ടലി 4 ഓക്സിജൻ മോളിക്കുളായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇത് മെയിനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അയണ് Fe2+ഉം Fe3+ഉം. അതിൽ Fe2+ ആണ് കൂടുതൽ അബ്സോർബിൾ. നമ്മുടെ ഗട്ടിൽ നിന്നും നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് Fe2+ ആയിട്ട് മാറും. ഇപ്പോൾ Fe3+ ആണെങ്കിൽ അത് Fe2+ ആയിട്ട് മാറും. എന്നിട്ട് നമ്മളുടെ ഇൻഡസ്റ്റൈനിൽ അത് അബ്സോർബ് ചെയ്യും. നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അയൺ അബ്സോർബ് ചെയ്യുന്നത്. അപ്പം റെഡ്യൂസ്ഡ് ഫോമിലാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഇത് മെയിനായിട്ട് എന്ത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തുകൊണ്ട് ആ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ RBC അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള പേഷ്യൻറ്റിൻ്റെ RBC നോർമൽ പേഴ്സണേക്കാൾ RBC സ്മോളർ ആയിരിക്കും. അതേപോലെ കുറച്ചും കൂടെ പെയിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്ന് പറയുന്നു. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ അയൺ പ്രിപ്പറേഷൻ നമ്മൾ അയൺ സ്റ്റോർ നമ്മൾ റിപ്ലനിഷ് ചെയ്യാനും അതേപോലെ അനീമിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ യൂസ് ചെയ്യുന്നു. കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഫർമേഷൻ ആണ് പഠിക്കുന്നത്. അപ്പം കെമിക്കൽ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, Fe ഫെറസ് അയോൺ. പിന്നെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്, 55.85 gram/mol. ദെൻ അയൺ സാൾട്ട്സ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഇപ്പോൾ ഫെറസ് സാൾട്ട്സ് ആണ് ഫെറിക് സാൾട്ട്സിനേക്കാൾ മോർ സൊല്യൂബിൾ ആൻഡ് ബെറ്റർ അബ്സോർബ്ഡ്. ഓക്കെ. ദെൻ കോമൺ ഫാർമസ്യൂട്ടിക്കൽ ഫോംസ് ആണ് നമ്മൾ ഇനി കാണുന്നത്. അതിൽ ഫെറസ് സൾഫേറ്റ്, ഫെറസ് ഫ്യൂമറേറ്റ്, ഫെറസ് ഗ്ലൂക്കോണേറ്റ്. ഇവിടെ ഓരോന്നിലും എലമെൻ്റൽ അയൺ എത്ര % ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അയൺ സൂക്രോസ്, ഫെറിക് കാർബോക്സി മാൾട്ടോസ്, ഇതൊക്കെ ഒരു കോംപ്ലക്സ് ആണ്. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് കൺട്രോൾഡ് റിലീസാണ് ഇവിടെ നടക്കുന്നത് ഈ ഇഞ്ചക്ഷൻ ഫോമിൽ.
ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് എന്താണ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അയൺ പ്രധാനമായിട്ടും ഓക്സിജൻ ട്രാൻസ്പോർട്ട്, അതേപോലെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ, എനർജി മെറ്റാബോളിസം ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത് ഹീമോഗ്ലോബിനായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ ഇത് മയോഗ്ലോബിനിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മസിൽസിൽ ഇത് ഓക്സിജൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതേപോലെ കുറേ എൻസൈംസിൽ ഇത് കോഫാക്ടറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സൈറ്റോക്രോംസ്, കാറ്റലൈസ്, പെറോക്സിഡേസ് ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേറ്റീവ് മെറ്റബോളിസത്തിന് വളരെ ആവശ്യമാണ്. അതേപോലെ ഇത് DNA സിന്തസിസിന്, സെല്ലുലാർ ഗ്രോത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഡെഫിഷ്യൻസി ഈ ഫങ്ഷൻസിനെയൊക്കെ നന്നായിട്ട് ബാധിക്കും. ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി കുറയും, നമുക്ക് ക്ഷീണം വരും, വിളർച്ച അനുഭവപ്പെടും. അതുപോലെ നമ്മുടെ കോഗ്നിറ്റീവ് ഇമ്മ്യൂൺ ഫങ്ഷനൊക്കെ ഡിക്ലൈൻ ആകും. അപ്പോൾ അത്രയും റോളുള്ള ഒരു എലമെൻ്റ് ആണ് അയൺ. ഇൻഡിക്കേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ യൂസസ്. അപ്പോൾ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള യൂസസ് എന്തൊക്കെയാണ്? അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇപ്പം ക്രോണിക് ബ്ലീഡിങ്, ഇപ്പം പീരിയഡ്സ് ഒക്കെ നിൽക്കുന്നൊരു കണ്ടീഷനൊക്കെയാണ്. അതേപോലെ അവസാന സമയത്തൊക്കെ സ്ത്രീകൾ നന്നായിട്ട് പീരിയഡ്സ് കാണും. അതുപോലെ മെൻസ്ട്രേഷൻ കാരണം നന്നായിട്ട് ബ്ലഡ് ലോസ് ആകാം. GI ബ്ലീഡിങ്, ഇപ്പോൾ പെപ്റ്റിക് അൾസർ ഡിസീസ് അങ്ങനെയുള്ള ഡിസീസ് ഉള്ളവർക്ക് ബ്ലീഡിങ്ങിൻ്റെ ഇത് നടക്കാറുണ്ട്. അതേപോലെ ഡയറ്ററി ഇൻടേക്ക് ഇൻഅഡിക്വേറ്റ് ആണെങ്കിൽ, ഇപ്പോൾ പ്രഗ്നൻസി, അതേപോലെ ഗ്രോത്ത് സ്പട്സിന് ഗ്രോത്ത് നല്ലോണം നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് റിക്വയർമെൻറ്റ്സ് വളരെ കൂടുതലാണ്. പിന്നെ മാൽ അബ്സോർപ്ഷൻ്റെ കേസിൽ സിലിയാക് ഡിസീസ്, പോസ്റ്റ് ഗാസ്ട്രക്ടമി ഇതൊക്കെ ആണെങ്കിലും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകും, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ട്രീറ്റ് ചെയ്യണം. പിന്നെ അയൺ ഡെഫിഷ്യൻസി വരാതിരിക്കാനുള്ളൊരു പ്രിവെൻഷനായിട്ട് നമ്മൾ അയൺ യൂസ് ചെയ്യാറുണ്ട്. അത് പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൻ, പിന്നെ ഇൻഫൻസ്, ചിൽഡ്രൻ, അഡോളസെൻറ്റ്, പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലഡ് ഡോണർ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ റെസ്ട്രിക്റ്റഡ് ഡയറ്റുള്ള ആൾക്കാരെല്ലാം നമ്മളിത് പ്രൊഫൈലാറ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി പാരൻ്റൽ ഫോർമുലേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ പേഷ്യൻറ്റിന് ഓറൽ അയൺ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, GI ഡിസ്റ്റർബൻസ് വരുവാണ്. ഓറൽ തെറാപ്പി ഇൻഎഫക്റ്റീവ് എന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ്റെ ഒക്കെ കേസിൽ കുറവാണെങ്കിൽ, മാൽ അബ്സോർപ്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓറൽ തെറാപ്പി കൊടുത്താലും അത് എഫക്റ്റീവ് ആവില്ല. ആ കേസിൽ നമ്മൾ പാരൻ്റൽ കൊടുക്കും. പിന്നെ റാപ്പിഡ് അയൺ റിപ്ലനിഷ്മെൻറ്റ് ഇസ് റിക്വയർഡ്. ഇപ്പം പേഷ്യൻറ്റിന് പെട്ടെന്നൊരു അയണിൻ്റെ ഇത് വേണം, മീൻസ് പെട്ടെന്ന് അയൺ റീസ്റ്റോർ ചെയ്യണം. CKD ഉള്ള പേഷ്യൻ്റ്, അതേപോലെ എറിത്രോപോയിറ്റിൻ തെറാപ്പി എടുക്കുന്ന ആൾക്കാരിലൊക്കെ പെട്ടെന്ന് നമുക്കിത് വേണം, മീൻസ് അയൺ വേണം. അപ്പോൾ നമ്മൾ അതിനും പാരൻ്റൽ ഫോർമുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അയണിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? അയൺ നമ്മുടെ ബോഡിയിലുള്ള അയൺ സ്റ്റോറിനെ എന്ത് ചെയ്യും? റിപ്ലനിഷ് ചെയ്യും. നമുക്ക് ആവശ്യമായ ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും സിന്തസൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മുടെ ബോഡിയിലുള്ള അബ്സോർബ്ഡ് അയൺ എന്ത് ചെയ്യും? ട്രാൻസ്ഫറിനായിട്ട് ബൈൻഡ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് ഇത് പോകും. നമ്മുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇത് പോകും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പ്ലാസ്മ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ്. ഇനി ബോൺ മാരോയിലാണ് നമ്മുടെ RBCയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്കറിയാം. അവിടേക്ക് ഈ അയണിനെ ഈ ട്രാൻസ്ഫർ കൊണ്ടെത്തിക്കും. അതേപോലെ നമ്മുടെ ഓരോ ടിഷ്യൂസിലും, ഇപ്പോൾ ലിവറിലൊക്കെ, സ്പ്ലീനിൽ, ബോൺ മാരോയിലൊക്കെ അയൺ സ്റ്റോർ ചെയ്യുന്നത് ഫെറിറ്റിൻ അല്ലെങ്കിൽ ഹീമോസിഡറിൻ എന്നുള്ള ഫോമിലാണ്. പിന്നെ ഈ ഹീമോഗ്ലോബിനാണ് എന്ത് ചെയ്യുക? ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ആക്കുന്നു, നമ്മുടെ അനീമിയയുടെ സിംറ്റംസ് കുറയ്ക്കുന്നു. ഇത് ഫോംസ് ആൻഡ് സ്ട്രെങ്ത് ആണ്. ഡോസേജ് എക്സ്പ്രസ് ചെയ്യുന്ന എലമെൻ്റൽ അയൺ ഫോമിലാണ്. അത് റെക്കമെൻഡഡ് ഡോസേജ് ഒരിക്കലും എക്സീഡ് ചെയ്യാൻ പാടില്ല. കാർബണൈൽ അയൺ ആണ് എലമെൻ്റൽ അയൺ. ഇനി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫെറസ് സൾഫേറ്റ് ടാബ്ലറ്റ്സ് ഫോമിൽ, സിറപ്പ് ഫോമിൽ അവൈലബിൾ ആണ്. കോമൺ സ്ട്രെങ്ത് 60 mg, 100 mg, 200 mg. മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഓറൽ ഫോം ആണ്.
ഫെറസ് ഫെമറേറ്റ് എന്ന് പറഞ്ഞാൽ 100 mg 300 mg. അപ്പോൾ അവിടെ ഹൈ എലമെന്റൽ അയൺ കണ്ടന്റ് ഉണ്ട്. ദെൻ ഫെറസ് ഗ്ലൂക്കോണേറ്റ് 300 mg ആണ്. അപ്പോൾ ഇത്രമാത്രം 35 mg ഫെറസ് അയൺ അപ്രോക്സിമേറ്റ് ഉണ്ട്. അത് ബെറ്റർ ടോളറേറ്റഡ് ആണ്, ലെസ് പൊട്ടൻ്റ് ആണ്. അപ്പം GI ഡിസ്റ്റർബൻസിന് കുറവാണ്. ഏതിന്? ഫെറസ് ഗ്ലൂക്കോണേറ്റിന്. ദെൻ അയൺ സുക്രോ സേഫ് ആയിട്ടുള്ള പാരൻട്രൽ ഓപ്ഷനാണ്. ഫെറിക് കാർബോക്സി മാൾട്ടോസ് അലോസ് ഹയർ സിംഗിൾ ഡോസസ്. ആൻഡ് ഡെസ്ട്ര എന്ന് പറഞ്ഞാൽ ഡെസ്റ്റോസ് നമുക്ക് ആവശ്യമാണ്, കാരണം ഇതിനൊരു അനാഫൈലാസിസ് റിസ്ക് ഉണ്ട്. ഇവിടെ ഡോസേജ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓറൽ അയൺ തെറാപ്പിയിൽ അഡൾട്ടിൽ 100 to 200 mg എലമെന്റൽ അയൺ പെർ ഡേ ഡിവൈഡ് ഇൻറ്റു 2-3 ഡോസസ് ആണ്. Then children 3 to 6 mg per kg per day in divided doses. Pregnancy 30 to 60 mg elemental iron daily ആണ്. ഇത് പ്രൊഫൈലാക്സിസ് ആണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ നോട്ട്സ് നമ്മൾ പറഞ്ഞതുപോലെ ഫെറസ് ആൾസോ ബെസ്റ്റ് അബ്സോർഡ് ഓൺ എംപ്റ്റി സ്റ്റൊമക്ക്. എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്തെങ്കിലും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അപ്സെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിത് ഫുഡിൻ്റെ കൂടെ കഴിക്കണം. അയൺ അബ്സോർഷൻ അസ്കോർബിക് ആസിഡ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇത് അസ്കോർബിക് ആസിഡിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നതെങ്കിൽ ഇതിന് അബ്സോർഷൻ കൂടും. നമുക്കിത് എന്ത് ചെയ്യാണ്, കോമ്പിനേഷൻ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഇത് മിൽക്കുമായിട്ടോ അല്ലെങ്കിൽ അതർ ഡയറി പ്രൊഡക്ട്സുമായിട്ടോ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. ഇത് ബ്രസ്റ്റ് മിൽക്കായിട്ടോ ഫോർമുലയായിട്ടോ ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നൊരു വഴിയെന്ന് വെച്ചാൽ ആദ്യം ലോ ഡോസിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 to 4 വീക്സ് കഴിഞ്ഞിട്ട് ഡോസ് പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് GI എഫക്ട്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഓറൽ ലിക്വിഡ് നമ്മൾ വാട്ടറിൽ ഡയലൂട്ട് ചെയ്ത് അതൊന്നെങ്കിൽ നമ്മൾ സ്ട്രോ വഴി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ടീത്തിൻ്റെ ഡിസ്കളറേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അയൺ സിറപ്പ് കുടിക്കുന്ന ആൾക്കാരിൽ എന്താണ് ഒരു ഡാർക്ക് ടീത്ത് ഡിസ്കളറേഷൻ കാണാൻ പറ്റും, നമുക്ക് ബ്ലാക്ക് കളർ ഒരു കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് ഡയലൂട്ട് ചെയ്യുകയോ വെള്ളമായിട്ട് ഡയലൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രോ വെച്ച് കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് കുറയും. അപ്പം അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിൽ. ഇപ്പോൾ പാരൻ്റൽ അയൺ എന്താണ്, ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അത് 5 days കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞത് 5 days കഴിഞ്ഞിട്ട് നമ്മൾ ഓറൽ അയൺ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പാരൻ്റൽ അയൺ തെറാപ്പി നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഓറൽ തെറാപ്പി ഇൻഎഫക്റ്റീവ് ആകുന്ന കേസിൽ, അതായത് മാലബ്സോർഷൻ ഉള്ള കേസിൽ, അതേപോലെ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പേഷ്യൻറ്റിന് ഓറൽ തെറാപ്പി, ആ കേസിൽ നമ്മൾ പാരൻ്റൽ അയൺ തെറാപ്പിയാണ് റെക്കമെൻഡ് ചെയ്യാറ്. അയൺ സുക്രോസ് 100 to 200 mg IV ഓവർ 15 to 30 minutes ആണ്. ഫെറിക് കാർബോക്സി മാൾട്ടോസ് 500 to 1000 mg IV ഓവർ 50 minutes. ദെൻ ഇത് 50 mg per kg എന്നാണ് ഒരു മാക്സിമം ഡോസ് പറയുന്നത്. ആൻഡ് ഡെസ്ട്രാൻ 100 mg IM or IV. Total dose calculated by weight and hemoglobin deficit. Always administer a test dose prior to full dose due to risk of anaphylaxis. അപ്പം അയൺ ഡെസ്ട്രാൻ്റെ കേസിൽ ടെസ്റ്റ് ഡോസ് എന്തായാലും ആവശ്യമാണ്, കാരണം അവിടെ ഒരു അനാഫൈലാക്റ്റിക് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫാർമക്കോഡൈനാമിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ഫാർമക്കോഡൈനാമിക്സ് മീൻസ് വാട്ട് ദ ഡ്രഗ് ഡസ് ടു അവർ ബോഡി. അപ്പം എന്താണ് മരുന്ന് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നതാണ്. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വരുന്നത് റെഡിക്കുലേഴ്സായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ആഫ്റ്റർ 3 to 7 days ഓഫ് ട്രീറ്റ്മെൻറ്റിലാണ്. ദെൻ ഹീമോഗ്ലോബിൻ വിത്തിൻ 2-3 വീക്സിൽ അത് റൈസ് ചെയ്യാൻ തുടങ്ങും. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അയൺ സ്റ്റോർ റെപ്ലിനേഷ് ആഫ്റ്റർ 1 to 3 months ഓഫ് കണ്ടിന്യൂഡ് തെറാപ്പി.
ദെൻ ക്ലിനിക്കൽ ഔട്ട്കംസ് നമ്മുടെ മാക്രോസൈറ്റോസിസ് കറക്റ്റ് ചെയ്യപ്പെടും, അതേപോലെ ഹൈപ്പോക്രോമിയ കറക്റ്റ് ചെയ്യപ്പെടും, എനർജി, അപ്പറ്റൈറ്റ്, അതുപോലെ കോഗ്നിറ്റീവ് പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ആകും. ഫാർമക്കോകൈനറ്റിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫാർമക്കോകൈനറ്റിക്സ് നമുക്കറിയാം എന്താണ്, നമ്മുടെ ബോഡി ഡ്രഗിനോട് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിയോഡനം, ജജനം ഇവിടെയാണ് നമ്മുടെ അയൺ അബ്സോർബ് ചെയ്യുന്നത്. അപ്പം ഗ്യാസ്ട്രിക് ആസിഡ്, വൈറ്റമിൻ സി ആണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുന്നത്. പിന്നെ ബയോ അവൈലബിലിറ്റി പാരൻട്രലിൽ 100% ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഇത് ട്രാൻസ്ഫറിനായിട്ട് ബൈൻഡ് ചെയ്ത് ബോൺ മാരോ, ലിവർ, സ്പ്ലീനിലേക്കൊക്കെ പോകും. ഇത് റെട്ടിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റം റാപ്പിഡായിട്ട് അപ്റ്റേക്ക് ചെയ്യും ഫോർ ദ ഫോർമേഷൻ ഓഫ് RBC. ദെൻ മെറ്റബോളിസം ഇത് ഹീമോഗ്ലോബിനായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ മയോഗ്ലോബിൻ, സൈറ്റോക്രോംസ് ഒക്കെ ആയിട്ട് ഇത് എന്ത് ചെയ്യാണ്, അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പാരൻട്രൽ അയാണ് ഫെറിറ്റിനായിട്ട് സ്റ്റോർ ചെയ്യുന്നു, ഹീമോസിഡറിൻ അങ്ങനെയൊക്കെയായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്ക്രീഷൻ മിനിമൽ ആണ്, സ്മോൾ ലോസസ് ഇൻ ഫീസസ്, യൂറിൻ, സെറ്റ്. വെരി സ്ലോ ഫിസിയോളജിക്കൽ ലോസ് ഉള്ളി. അപ്പം വളരെ എന്താ പറയുക, എക്സ്ക്രീഷൻ വളരെ കുറവാണ്. ഇത് മിച്ചമുള്ള അയൺ എപ്പോഴും നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് സ്റ്റോർ ചെയ്ത് വെക്കലാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. ഡ്രഗ് ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന ഏതൊക്കെ മെഡിസിൻസ് ആണ്? ആൻറ്റാസിഡ്, H2 ബ്ലോക്കർ, അതേപോലെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഒരു അൾസറിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിനാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിനാണ്. പക്ഷേ അയണിൻ്റെ അബ്സോർപ്ഷന് നമ്മുടെ ഗ്യാസ്ട്രിക് അസിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് അത് Fe2+ ഫോമിൽ അസിസ്റ്റ് ചെയ്യുള്ളൂ. Fe2+ ഫോമാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ സൊല്യൂബിൾ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആൻറ്റാസിഡും H2 ബ്ലോക്കറും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററും അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. ദെൻ കാൽസ്യം സാൾട്ട്, മിൽക്ക്, ടീ, കോഫി ഇതൊക്കെ ഈ അയണുമായിട്ട് Fe2+ ആയിട്ട് കോംപ്ലക്സ് ഫോം ചെയ്ത് എന്ത് ചെയ്ത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ അയൺ അബ്സോർബ് ചെയ്യില്ല. ഈ ടെട്രാസൈക്ലിനും ഫ്ലൂറോക്വിനോളും ബിസ്ഫോസ്ഫോണേറ്റ്, ലീവോടോപ്പ, ലിവോതൈറോസിൻ ഈ മരുന്നൊക്കെ നമ്മുടെ അയൺ എലമെൻറ്റുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്ത് ഇൻസോലബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് അയൺ അബ്സോർബ് ചെയ്യില്ല. പിന്നെ അയൺ അബ്സോർപ്ഷൻ കൂട്ടുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് അസ്കോർബിക് ആസിഡും പിന്നെ മീറ്റും. അത് അപ്റ്റേക്ക് കൂട്ടുന്നുണ്ട്. അതർ ഇൻറ്ററാക്ഷൻ ആണ് അയണ്, ലിവോതൈറോസിൻ, ബിസ്ഫോസ്ഫോണേറ്റ്, സിപ്രോഫ്ലോക്സാസിൻ. അതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. അതേപോലെ IV അയണ് നമ്മൾ AC ഇൻഹിബിറ്ററായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോടെൻഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ AC ഇൻഹിബിറ്റർ നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യുന്നൊരു മെഡിസിനാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അഡ്വേഴ്സ് എഫക്റ്റ് ആണ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ ഓറല് വരുന്നത് നോസിയ, വോമിറ്റിംഗ്, എപ്പിഗാസ്ട്രിക് ഡിസ്കംഫോർട്ട്, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയ, മെറ്റാലിക് ടേസ്റ്റ് വരാറുണ്ട്. ബ്ലാക്ക് ഡിസ്കളറേഷൻ ഓഫ് സ്റ്റൂൾ, അത് ഹാംലെസ് ആണ്. ഇത് കഴിക്കുന്ന ആൾക്കാരിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടെമ്പററി ബ്ലാക്ക് ഡിസ്കളറേഷൻ ഓഫ് ടീത്ത്. ദെൻ പാരൻട്രൽ വരുന്നത് ഇഞ്ചക്ഷൻ സൈറ്റ് പെയിൻ ഉണ്ട്, ഫ്ലഷിംഗ്, ഡിസ്നസ്, ഹെഡേക്ക്, ദെൻ ഹൈപ്പോടെൻഷൻ, ഫീവർ, മയാൾജിയ എന്ന് പറഞ്ഞാൽ മസിൽ പെയിൻ. ദെൻ ആൻഡർസ്ട്രാൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു, അനാഫലൈറ്റിക് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. കോൺട്രാ ഇൻഡിക്കേഷൻസ്, ഏതൊക്കെ കണ്ടീഷൻ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അയൺ കോമ്പൗണ്ടിൽ ഏതെങ്കിലും അയൺ കോമ്പൗണ്ടിൽ എന്തെങ്കിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അയൺ ഓവർലോഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, ഹീമോക്രൊമാറ്റോസിസ്, ഹീമോസിഡറോസിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഹീമോലൈറ്റിക് അനീമിയയിൽ ഇപ്പം അയൺ സ്റ്റോർ നോർമൽ ആയിട്ടുള്ള എലവേറ്റഡ് ആയിട്ടുള്ള ഹീമോലൈറ്റിക് അനീമിയ ഉണ്ട്.
അതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ആക്റ്റീവ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പേഷ്യൻ്റ് ഇപ്പോൾ ഓൾറെഡി ഇപ്പം പനിയുണ്ട്, അല്ലെങ്കിൽ നല്ല ഇൻഫെക്ഷൻ ഉള്ളൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളപ്പോൾ അയണിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ബാക്ടീരിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഇൻഫെക്ഷനൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ അയൺ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. റെഗുലർ മോണിറ്ററിങ് ഓഫ് ഹീമോഗ്ലോബിൻ, ഹെമാറ്റോക്രിറ്റ്, സെറം ഫെറിറ്റിൻ ആൻഡ് ട്രാൻസ്ഫെറിൻ സാച്ചുറേഷൻ. അതേപോലെ ഹെമാറ്റോക്രിറ്റ് നമ്മൾ പറഞ്ഞില്ലേ, എത്രമാത്രം വോളിയത്തിലാണ് RBC ബ്ലഡിൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ളത്, അതാണ് ഹെമാറ്റോക്രിറ്റ്. ഇതൊക്കെ നമ്മൾ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ദെൻ പെപ്റ്റിക് അൾസർ ഡിസീസ്, IBD, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉള്ള ആൾക്കാരിലൊക്കെ നമ്മൾ വളരെ കോഷ്യസിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം ഇത് ചിലപ്പം GI ഇറിറ്റേഷൻ കൂട്ടും, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഇറിറ്റേഷൻ കൂട്ടും. അതേപോലെ പാരൻ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ എമർജൻസി റീസിസ്റ്റേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്ന് എൻഷുർ ചെയ്യണം. പിന്നെ ലോങ് ടൈം ആയിട്ടുള്ള ഡോസിങ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ടു പ്രിവെൻറ്റ് ഹീമോസിഡോറോസിസ്. ഇവിടെ ടോക്സിസിറ്റി ഓവർഡോസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോക്സിഡോക്സ് എന്ന് പറഞ്ഞാൽ 20 mg/kg എലമെൻ്റൽ അയണിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ടോക്സിക് ആകാം. പിന്നെ 60 mg/kg കൂടുതലാണെങ്കിൽ അത് പൊട്ടൻഷ്യലി ലീതലാണ്, ഡെത്ത് വരെ സംഭവിക്കാം. പിന്നെ സിംറ്റംസ് വരുന്നത് വോമിറ്റിങ്, അബ്ഡോമിനൽ പെയിന്, മെറ്റബോളിക് അസിഡോസിസ്, ഹൈപ്പോടെൻഷൻ, ഹെപ്പാറ്റിക് നെക്രോസിസ്, കോമ. നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ലാവേജ് ഓർ ഓൾ ബവൽ ഇറിഗേഷൻ. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡിഫറോക്സാമിൻ. ഇതൊരു അയൺ കിലേറ്റിംഗ് ഏജൻ്റ് ആണ്. അപ്പം അത് IV ആയിട്ട് അയമായിട്ട് കൊടുക്കും. പിന്നെ സപ്പോർട്ടീവ് തെറാപ്പി വിത്ത് ഫ്ലൂയിഡ്സ് ആൻഡ് കറക്ഷൻ ഓഫ് ദ അസിഡോസിസ്. സ്റ്റോറേജിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. സ്റ്റോർ ബിലോ 25 degrees Celsius, protected from light and moisture, keep out of reach of children. Accidental ingestion can be fatal. Do not freeze injectable preparation. അപ്പം ഇൻജെക്റ്റബിൾ പ്രിപ്പറേഷൻ ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ പാടില്ല. താങ്ക് യു ഫോർ ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കൊന്നും വേണ്ട, എന്നാൽ എനിക്കും കുറച്ചും കൂടെ പഠിക്കാമല്ലോ. എല്ലാവർക്കും താങ്ക് യു. ഇത്ര നേരം എൻ്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടെന്ന്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ ഓൾ. ഗോഡ് ബ്ലെസ് യു.